The most terrifying place. I am staying next to hell. ഭൂമിയിലെ നരകം. ഗെഹന്ന, ഹിന്നോം വാലി. പുതിയ നിയമത്തിലെ ഗ്രീക്ക് പദമായ ഗെഹന്ന നരകം, വിലാപത്തിന്റെ താഴ്വര എന്നാണ് അർത്ഥമാക്കുന്നത്. യേശുവിന്റെ കാലത്ത് പുകയുന്ന ഒരു മാലിന്യ കൂമ്പാരമായിരുന്നു ഇത്. പുരാതന കാലത്ത് ശിശുബലികൾ നടന്നിരുന്ന ഭയാനകമായ സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് ഈശോ ഈ പദം ഉപയോഗിച്ചിരുന്നത്. ജെറുസലേമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമോന്യ ദൈവമായ മൊലോക്കിന് ബലിയർപ്പിക്കാൻ കുട്ടികളെ ചുട്ടു കത്തിച്ചു കൊന്ന സ്ഥലം. BC 10-ാം നൂറ്റാണ്ടിൽ സോളമൻ രാജാവിന്റെയും BC 7-ാം നൂറ്റാണ്ടിൽ മനാസെ രാജാവിന്റെയും കാലത്ത് ഇസ്രായേൽക്കാർ നടത്തിയ ഈ സമ്പ്രദായം BC 6-ാം നൂറ്റാണ്ടിലെ ബാബിലോണിയൻ പ്രവാസം വരെ തുടർന്നു. ഇത്തരത്തിൽ മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന രീതി യഹൂദ ക്രിസ്ത്യൻ കാലഘട്ട ശാസ്ത്രത്തിന് നരകാഗ്നി എന്ന ആശയം നൽകി. അന്നൊരു നരകമായിരുന്നെങ്കിലും ഇന്ന് ഹിന്നോം താഴ്വര പച്ചപ്പുലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, നാഷണൽ പാർക്ക്, ഫാം ഇൻ ദ വാലി, പുരാതന കാർഷിക കരകൗശല വസ്തുക്കൾ ഇവയെല്ലാം ഈ സൈറ്റിൽ പ്രവർത്തിക്കുന്നു. ഇസ്രായേലിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഹിന്നോം താഴ്വരയിലൂടെ കടന്നുപോകുന്നു. അന്ന് നരകമായിരുന്ന സ്ഥലം കൂടുതൽ സ്വർഗം പോലെ കാണപ്പെടുന്നു. ഹിന്നോം വാലിയിലേക്ക് എത്തിച്ചേരാൻ ഫസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് നേരെ നടക്കുക. അതിനുശേഷം ഈ പാലത്തിലൂടെ കയറി അറ്റ് ദി എൻഡ് നമ്മൾ എത്തുന്നത് ഹിന്നോം താഴ്വരയിലേക്കായിരിക്കും. ഇപ്പോൾ ഇവിടെയുള്ള അട്രാക്ഷൻ ഇസ്രായേലിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ്. ജെറുസലേമിലെ സിയോൻ പർവ്വതത്തെ, മൗണ്ട് സൈണിനെ ഹിന്നോം വാലിയുമായി ബന്ധിപ്പിക്കുന്ന 202 മീറ്റർ നീളമുള്ള ഇസ്രായേലിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം. ഇക്കാണുന്ന ഭാഗത്ത് ലാസ്റ്റ് സപ്പർ റൂം, ദാവീദ് രാജാവിന്റെ ശവകുടീരം, ഹോളോകോസ്റ്റ് ചേംബർ, ഡോർമിഷൻ ആബി എന്നിവ കാണാം. പാലത്തിന്റെ തെക്കേ അറ്റത്തായി സിറ്റി ഓഫ് ഡേവിഡ് നാഷണൽ പാർക്ക്, സുൽത്താൻ പൂൾ, ഫസ്റ്റ് സ്റ്റേഷൻ എന്നിവയും നമുക്ക് കാണാം. പ്രകൃതിയെ അതിന്റെ എല്ലാ മഹത്വത്തിലും സംരക്ഷിക്കുന്ന ഒരു ഗ്രാമീണ വേദിയാണ് പുരാതനമായ ഈ കാർഷിക ഫാം. ബെൻ ഹിന്നോം താഴ്വരയിൽ നിന്നും ഓൾഡ് സിറ്റിയിൽ നിന്നും ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിലാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ശ്മശാന ഗുഹകൾക്ക് പേരുകേട്ട ഹിന്നോം താഴ്വര പൂക്കളും സസ്യജാലങ്ങളും കൊണ്ട് ഇന്ന് സജീവമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേം നിവാസികളെ നിലനിർത്തിയ കൃഷിയുടെ സമ്പന്നമായ ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഫാമിന്റെ മധ്യഭാഗത്ത് ശ്രദ്ധേയമായ ഒരു വെള്ളച്ചാട്ടവും കാണാം. വിവിധ വിളകൾക്കിടയിൽ പുരാതന കാർഷിക കരകൗശലങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യാം. ഒലിവ് പറിക്കുന്നതിൽ നിന്ന് മുന്തിരി ചവിട്ടുന്നതുവരെ 21-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് പുരാതന കൃഷിയുടെ രീതികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വർഷം മുഴുവനും പുരാതന കാലത്തെ പോലെ
പ്രകൃതിയുടെ ഋതുഭേദങ്ങൾക്കനുസൃതമായി പുരാതന കാർഷിക കരകൗശല വസ്തുക്കൾ സംരക്ഷിക്കാനായി ഈ ഫാം പ്രവർത്തിക്കുന്നു. തേൻ വേർതിരിച്ചെടുക്കൽ, മുന്തിരി ചവിട്ടിമെതിക്കൽ, കാർഷിക നിർമ്മാണ രീതികൾ പുരാതന കാല കൃഷിരീതി പോലെ സംരക്ഷിച്ചു പോരുന്നു. ഒട്ടകം, കുതിര, കഴുത എന്നിവയെയും നമുക്കിവിടെ കാണാം. പനയുടെ തടികൾ കൊണ്ടുള്ള ഇരിപ്പിടങ്ങളും ചെറിയൊരു മതിൽക്കെട്ടുകളും എല്ലാം കണ്ണിന് കുളിർമയേകുന്നത് തന്നെയാണ്. നമ്മൾ തൽക്കാലം ഫാമിനോട് വിട പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലെ ഏറ്റവും നീളം കൂടിയ പാലത്തിൽ കൂടെ നടക്കാൻ വേണ്ടി പോകുകയാണ്. ഈ പാലത്തിന് ഏകദേശം 663 അടി നീളമുണ്ട്. കാൽനട യാത്രക്കാർക്കായി എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഇത് തുറന്നിരിക്കും. 14 വയസ്സുള്ള കുട്ടികൾ മുതിർന്നവരുടെ കൂടെ മാത്രമേ പാലത്തിൽ പ്രവേശിക്കാവൂ. ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. തൂക്കുപാലത്തിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന കൃഷി ഫാമിന്റെ മനോഹരമായ ഒരു ദൃശ്യഭംഗിയാണിത്. കണ്ണുകൾക്ക് ഏറ്റവും നല്ല കുളിർമ സമ്മാനിച്ച ഇസ്രായേലിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലത്തോടും പുരാതന കൃഷിരീതികൾ കൊണ്ട് സമ്പന്നമാക്കിയ കൃഷി ഫാമിനോടും തൽക്കാലം വിട പറയുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.